സ്വാഗതം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിലവിലെ എംഎൽഎയും CPM സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവുമായ MM മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. പാർട്ടി സമ്മതം മൂളിയാൽ മണി 4ാം തവണയും ജനവിധി തേടും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. 1996, 2016, 2021 തിരഞ്ഞെടുപ്പുകളിൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച മണി 2 തവണ വിജയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമായ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇത്തവണയുണ്ടായ വോട്ട് ചോർച്ചയാണ് മണിയെ വീണ്ടും മത്സരിപ്പിക്കാമെന്ന ചർച്ചയിലേക്ക് നയിക്കുന്നത്. മുമ്പ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും LDF ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ മണ്ഡലത്തിലെ ആകെ 10 പഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം 5 വീതം ഇടങ്ങളിലാണ് ഭരിക്കുന്നത്. ഇതിൽ രാജാക്കാട് UDF നേടിയതും രാജകുമാരിയിൽ ഒപ്പത്തിനൊപ്പം UDF എത്തിയതും ഇടതു ക്യാമ്പുകളിൽ ആശങ്ക പടർത്തിയിരുന്നു. MM മണിയാണ് മത്സരിക്കുന്നതെങ്കിൽ അനായാസ വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരും കുറവല്ല. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയവും LDF പ്രചരണം. എന്താണെങ്കിലും പാർട്ടി സമ്മതിച്ചാൽ MM മണി ഇത്തവണയും ഉടുമ്പൻചോലയിൽ ജനവിധി തേടും. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.